ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരൊന്നിക്കുന്ന മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി പുറത്തു. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മലയാള സിനിമാ ലോകം ഒന്നടങ്കം പ്രതീക്ഷയോടെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കാൻ പോകുന്ന പാട്രിയോട്ട് എന്ന ചിത്രം. ചിത്രത്തിന്റെ പേര് കഴിഞ്ഞ ദിവസം ലീക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലും വലിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രത്തെ കുറിച്ച് നടക്കുന്നത്. മറ്റൊന്നുമല്ല, പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു ആദ്യം നായകനായി എത്തിയത്. പിന്നീട് സുരേഷ് ഗോപിയെയും മറ്റു പല താരങ്ങളെയും ഈ ചിത്രത്തിൽ പരിഗണിച്ചിരുന്നു. അതിൽ അവസാനമായി മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമായി ഇത് മാറി. അതോടെ ഈ ചിത്രത്തിന് വലിയ പേരും പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയും വന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ 3 മാസത്തോളമായി മമ്മൂട്ടി ആരോഗ്യ പ്രശ്നത്താൽ വിശ്രമ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിൽ നിന്നും മോഹൻലാലാണ് മെയിൻ നായകനായി എത്തുന്ന എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ. എന്നാൽ മമ്മൂട്ടി വിശ്രമ ജീവിതത്തിലേക്ക് പോയതോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെയും അത് കാര്യമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആയതിനാലാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ റോൾ മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നു എന്ന വാർത്ത വന്നത്. എന്നാൽ മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്ന ഗസ്റ്റ് റോൾ മമ്മൂട്ടിയിലും എത്തപ്പെട്ടു എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അതിഗംഭീരമായ ചർച്ചകളാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഒഫീഷ്യലായി ഇങ്ങനൊരു വാർത്ത ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമില്ല. ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ താരങ്ങളെ ശ്രീലങ്കൻ എയർലൈൻസ് വരവേൽക്കുന്ന പരിപാടിയിലാണ് ചിത്രത്തിന്റെ പേര് അവർ ലീക്ക് ചെയ്തത്. വളരെ ഗംഭീരമായി ആഘോഷപൂർവ്വം പുറത്തുവിടാൻ ഉദ്ദേശിച്ചതായിരുന്നു ചിത്രത്തിന്റെ പേരും മറ്റ് അപ്ഡേഷനുകളും. എന്നാൽ വെൽക്കം പരിപാടിയിൽ ആ ഒരു പേര് അവരെ അറിയാതെ പുറത്തുവിടുകയാണ് ഉണ്ടായത്. മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടൻ ചിത്രത്തിന്റെ പേരും മറ്റു വിവരങ്ങളും പുറത്തുവിടാനായിരുന്നു ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ആലോചിച്ചതെന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുന്നേ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ മമ്മൂട്ടി ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്നതാണ്. എന്തായാലും ഈ ഒരു വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം മഹേഷ് നാരായണൻ ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കിയാണ് ഈ ചിത്രം അണിയറയിൽ ഒരുക്കിയത്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് സജീവമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 1 മാസത്തോളം മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നതും. അടുത്തതായി ചിത്രത്തിന്റെ ലൊക്കേഷൻ കൊച്ചിയിൽ തന്നെയാണ്. ഈ ചിത്രത്തിൽ നിന്നും നായകസ്ഥാനത്ത് നിന്ന് മമ്മൂട്ടിയെ മാറ്റണമെന്നോ മമ്മൂട്ടിയുടെ റോൾ മോഹൻലാലിന് കൊടുത്ത് മോഹൻലാലിന്റെ വേഷം മമ്മൂട്ടിക്ക് കൊടുക്കണമെന്നോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയൊരു ബിഗ് ബജറ്റ് ചിത്രം, അതും മമ്മൂട്ടിയെ നായകനാക്കി ആദ്യമേ പ്ലാൻ ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി കുറെ ദിവസങ്ങളായി. ഇനി ആകെ 1-2 മാസമാണ് ചിത്രത്തിന്റെ തീരാനുള്ളൂ. അതുകൊണ്ട് തന്നെ പകുതിയിൽ നിൽക്കുമ്പോൾ ചിത്രത്തിന്റെ നായകസ്ഥാനം മാറ്റുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയെങ്കിൽ ചിത്രത്തിന്റെ തിരക്കഥ മുഴുവനും പൊളിച്ചെഴുതേണ്ടി വരും. ഇങ്ങനെയൊരു ബിഗ് ബജറ്റ് ചിത്രം പകുതിയിൽ വെച്ച് പൊളിച്ചെഴുതുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത ആരോ പടച്ചുവിട്ട നുണയാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഉടനെ തന്നെ ഒഫീഷ്യലായുള്ള മറ്റു വിവരങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി എത്രയും പെട്ടെന്ന് മലയാള സിനിമയിൽ സജീവമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രത്തിന് വേണ്ടി നമുക്ക് ഒന്നാകെ കാത്തിരിക്കാം. എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു ദൃശ്യ വിസ്മയമാകുമോ ഈ ചിത്രം?